സംസാരിക്കുന്ന ഈ കൊച്ചിൻ്റെ ലൈവിൽ എന്തിനാ ഇങ്ങനെ? അറിയില്ല കേട്ടാ മക്കളെ, അറിയില്ല. എന്തെങ്കിലുമൊക്കെ ആട്ടെ. മോയെ മോയെ. ബൈ, ഗുഡ് നൈറ്റ് സ്നേഹ മിസ്. ഓക്കെ, ബൈ കർപ്പയ്യ സ്വാമി, ബൈ, ഗുഡ് നൈറ്റ്. രാജീവ് തോമസ്, ഹായ് 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 ഹായ്. ഞാനേ രാജീവ് തോമസ്, നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. രാജീവ് തോമസ്, ഗുഡ് തിങ് ആൻഡ് ഗുഡ് ടോക്ക്. ഓക്കെ, താങ്ക് യു. ഷംനവാസ്, താങ്ക് യു സോ മച്ച്. മനു, സുഖമായിരിക്കുന്നു. ക്രിസ്മസ് അടിച്ച് പൊളിച്ചു. വാവ്, നൈസ്. ഈ കൊച്ചിന് ജാട എന്നാണ്? ഈ കൊച്ചിന് ജാട എന്താണെന്ന് പോലും അറിയില്ല. അതാണ് പാവം പിടിച്ച് എന്നെയാണ് അങ്ങനെ പറഞ്ഞത്. സ്നേഹ കൊച്ചോ? അതേനെ. ഇല്ല, മറന്നിട്ടില്ല കേട്ടോ. എനിക്കതാണ് ആ പേര് വായിച്ചപ്പോൾ തന്നെ തോന്നി. രാജീവ് തോമസ്, രാജീവേട്ടൻ എന്ന് ഞാൻ പറഞ്ഞ ഒരാളാണോ? എനിക്ക് തോന്നി, അതാ ഞാൻ ചോദിച്ചേട്ടാ. ഓക്കെ, ഇനി എന്തായാലും സന്തോഷം. വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. തൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ഓ, താങ്ക് യു സോ മച്ച് സൂപ്പർമാൻ. താങ്ക് യു സോ മച്ച് സൂപ്പർമാൻ. സൂപ്പർമാൻ്റെ വീട് എവിടെയാ? നാട് എവിടെയാ? എന്ത് ചെയ്യുന്നു? എന്താ ശരിക്കും പേരെന്താ? രാജീവ് തോമസ്, അതെ. ഓക്കെ, യെസ്. അർജുൻ, ചെറിയ കൊച്ച. അയ്യോ, കൊള്ളാം. സ്നേഹ എവിടെയാ? കൊച്ചു എനിക്ക് കാണുന്നില്ല. ഞാൻ തന്നെയാടാ നിനക്ക് കണ്ടു കാണാൻ മേലേ. അയ്യോ, തൃശ്ശൂരാണല്ലേ? ഓ, നൈസ്. ഓക്കെ ഓക്കെ. ഞാൻ പത്തനംതിട്ട കേട്ടോ, പത്തനംതിട്ട റാന്നി. ഹസ്ബൻഡാണ് കോട്ടയമേ. നൈസ് ടോക്ക്, ഐ എം ന്യൂ ഹിയർ. ഓക്കെ, താങ്ക് യു ഷംനവാസ്, താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഒന്നുമല്ല, 31 വരെ ആഘോഷമാണ്. ആണോ? വാവ്, നൈസ്. ന്യൂ ഇയറിന് എനിക്കൊന്ന് ഇട ദിവസമാണെന്ന് തോന്നുന്നു. അപ്പം ചിലപ്പോൾ അച്ഛന് ഓഫ് കിട്ടുമായിരിക്കും. ഇനിയിപ്പോൾ അത് ഓഫ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ഓഫ് കിട്ടിയാലും മതി. 2 ജനുവരി 2. എന്തുണ്ട് വിശേഷം രാജീവ് തോമസ്? ഒന്നുമില്ല കേട്ടോ, വിശേഷം. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷം. ക്രിസ്മസ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. മോളിവിടെ ഉണ്ട്, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാനോർത്തുനിന്ന് കുറച്ച് നേരം ലൈവിൽ വരാമെന്ന് വിചാരിച്ചു. മനസ്സിലായില്ല. എനിക്കൊരു അമ്മൂമ്മനെ കാണാം, കൊച്ചിനെ ഒന്നും കാണുന്നില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാടാ. ലൈവിലൊന്നും വരാറില്ലേ? ഹസ്ബൻഡിന് ലൈവിൽ വരാനുള്ള ടൈമില്ല. അതായത് അവർക്ക് 2 ഷിഫ്റ്റാണ്, മോർണിംഗും ഈവനിങ്ങും. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ പോയാൽ ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ വൈകിട്ട് വീണ്ടും പോവും, അല്ലെങ്കിൽ ഈവനിങ് അല്ല ഉച്ചയ്ക്ക് അങ്ങ് പോവും, പിന്നെ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈം അവർക്ക് കിട്ടത്തില്ല. പിന്നെ ഓഫിൻ്റെ അന്ന് ഏതോ ഒരു വട്ടമോ അത് 2 വട്ടം അങ്ങാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ വന്നിട്ടുണ്ട്, ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓഫൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലേ എന്താ പറയുക അപ്പം സമയം കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ഹസിനെ ആരും കണ്ടിട്ട് ഇല്ല ലൈവിൽ വന്ന്. പക്ഷേ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ, വീഡിയോസിലുണ്ട്, ഷോർട്ട് വീഡിയോസിലുണ്ട്. പിന്നെ ലൈവിൽ ഇല്ല. നോക്കാം അടുത്ത ലൈവിൽ വല്ല ഓഫുള്ള ദിവസങ്ങളെല്ലാം പുള്ളി ഇരുത്താവോ നോക്കാം. ഇരിക്കുക, അച്ഛന് ഇഷ്ടമാണ്, പക്ഷെ സമയമില്ലാഞ്ഞിട്ടാ. മുടി അടിപൊളിയാണെന്നാണ് കറുപ്പണ്ണം പറഞ്ഞത്. ഓ, അങ്ങനെയല്ലേ. എനിക്ക് അവിടെ എന്തോ ഒന്ന് എനിക്കവിടെ ഫുള്ള് ഇതായില്ലേ. ഓ, HR. ഓ മൈ ഗോഡ്. ഞാൻ എന്താണ് ഫുള്ളാക്കേണ്ടത് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു കറുപ്പയ്യ സ്വാമി. മേക്കപ്പ് ഇല്ല, അത് സത്യം. സത്യമാടാ, ഞാൻ മേക്കപ്പ് ഇങ്ങനെ എങ്ങനെ വിശ്വസിപ്പിക്കും നിങ്ങളുടെ അടുത്ത്? ഒരു മേക്കപ്പും ഇല്ല. നമ്മുടെ ഫോണിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു. ഫിൽറ്ററും ഇല്ല കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഫിൽറ്റർ ഇട്ടാൽ ഭയങ്കര ശോകം കേട്ടോ. ഈ യൂട്യൂബിൻ്റെ ലൈവിൽ പോകുമ്പോൾ ഫിൽറ്റർ ഭയങ്കര മോശമെന്നല്ല, ഭയങ്കര ഞാൻ